ഇന്ന് രാവിലെ നിങ്ങളെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? പണമാണോ? ജോലിയാണോ? അതോ ജീവിക്കണം എന്നുള്ള ലക്ഷ്യബോധമാണോ? എന്നാൽ ജപ്പാനിൽ ഇതിനൊരു വാക്കുണ്ട്, ഇക്കിഗായ്. ദാറ്റ് മീൻസ് ജീവിക്കാനുള്ള പൂർണ്ണത. ജീവിച്ചാൽ പോരാല്ലോ, സന്തോഷമായിട്ടും ലോങ് ടൈമും ജീവിക്കണം. ഇതിനെ നമ്മളെ കോടിക്കണക്കിന് ആളുകളെ പ്രേരിപ്പിച്ച ഒരു ബുക്കിൻ്റെ പേരാണ് ഇക്കിഗായ്. എന്തുകൊണ്ട് ഇക്കിഗായ് എന്ന് ചോദിച്ചാൽ, ജപ്പാനിൽ ഒക്കിനാവ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ 100-ലധികം വയസ്സുള്ള ആൾക്കാർ ജീവിക്കുന്നത്. അവരിപ്പോഴും പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. തയ്യലിൽ, കൃഷിയിൽ, അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്താണ് അവർ ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഒക്കിനാവ? ഇക്കിഗായ് എന്ന ബുക്ക് 4 പാർട്സ് ആണ്. അതിൽ 4 പാർട്സിൽ എന്തൊക്കെയാണ് പറയുന്നത്? 1, സമയം മറന്ന്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് സമയം മറന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതിൽ കഴിവുള്ളവരാണോ? അതായത് മറ്റൊരാളെ വിലയിരുത്തിയല്ല, നിങ്ങൾക്ക് സ്വയം അതിൽ കഴിവുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കുന്നുണ്ടോ? അത് ഈ ലോകത്തിന് ആവശ്യമുണ്ടോ? ഇത് 4 ആണ്. 4 പാർട്സിലൂടെയാണ് ഇക്കിഗായ് ബുക്ക് നമ്മളെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നത്. തെറ്റെന്തെന്നാൽ, സാമ്പത്തികമായ മൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അത് നമുക്ക് മരണം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. മനസ്സിന് സന്തോഷം തരുന്ന ഒരു പ്രവൃത്തി, ഒരു ആക്ടിവിറ്റി, ഒരു ജോലി, അത് മാത്രമേ നമുക്ക് മരണം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഒക്കിനാവയിലെ ആളുകൾ 100 വയസ്സിലധികവും ഈ ജോലികൾ കണ്ടിന്യൂ ചെയ്ത് സന്തോഷത്തോടെ, സീക്രട്ട് ഓഫ് ദ ഹാപ്പി ലൈഫ് എന്ന് നമ്മൾ ഇക്കിഗായ് അല്ലെ ഒക്കിനാവ ഗ്രാമത്തെ ഐലൻഡിനെ വിളിക്കുന്നത്. ഞാൻ കണ്ടെത്തിയ പോലെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്താം? അതായത് ഇന്ന് ചെയ്ത എന്ത് കാര്യമാണ് നിങ്ങൾക്ക് സന്തോഷം തന്നത്? അത് സമയം മറന്ന്, ലഞ്ച് ബ്രേക്ക് മറന്ന്, ആഫ്റ്റർ ടീ ബ്രേക്ക് മറന്ന് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതിൽ നിന്ന് ഒരു സാമ്പത്തിക സുരക്ഷ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പിന്നെ എത്ര തന്നെ മൂല്യമുള്ള കാര്യമാണെങ്കിലും അത് ചുറ്റുമുള്ള 10 പേർക്ക്, ഈ ലോകത്തിന് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ചോദിക്കൂ. നിങ്ങൾ ഒരു റൈറ്റ് ആൻസറിലെത്തും. That's your Ikigai. The 5 lessons I got from Ikigai is: be consistent, be active, eat good food, not deficit food. അതായത് നല്ല ഭക്ഷണം കഴിക്കുക, ക്വാണ്ടിറ്റി കുറച്ചാണെങ്കിലും. കണക്റ്റഡ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ്, നല്ലതും മാത്രം പറയുന്ന, അല്ലെങ്കിൽ നല്ല വിമർശനങ്ങൾ മാത്രം ചെയ്യുന്ന സുഹൃത്തുക്കളുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ബി ആക്റ്റീവ്. രാവിലെ തൊട്ട് വൈകുന്നവരെ എന്നല്ല, നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ശരീരം റെസ്റ്റ് ആവശ്യപ്പെടുന്നത് അതുവരേക്കും ആക്റ്റീവായിട്ടിരിക്കുക. ദാറ്റ്സ് വാട്ട് ഐ ഗോട്ട് ഫ്രം ഇക്കിഗായ്. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് 4 ഇൻ്റർസെക്റ്റഡ് സർക്കിൾസ് വരയ്ക്കുക. 1, നിങ്ങൾക്ക് ഇന്ന് സമയം മറന്ന് ചെയ്യാൻ കഴിഞ്ഞ കാര്യം എന്താണ്? അത് നിങ്ങൾക്ക് ആത്മസംതൃപ്തി കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്കതിൽ കഴിവുണ്ടോ? അതിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാന മാർഗം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് 4th വൺ ഈസ്, അത് ലോകത്തിന് ആവശ്യമുണ്ടോ? മ്യൂസിക് ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് ലോകത്തിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തൃപ്തി കിട്ടിയാലും അത് തെറ്റാണ്. 10 പേർക്കെങ്കിലും ആവശ്യമുള്ള കാര്യമാണോ? ആണെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർസെക്ഷനിൽ വരുന്ന നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ഇക്കിഗായ്. ഞാൻ എൻ്റെ ഇക്കിഗായ് എങ്ങനെയാണ് കണ്ടെത്തിയത്? നിങ്ങൾക്കും നിങ്ങളുടെ ഇക്കിഗായ് ഇങ്ങനെ തന്നെ കണ്ടെത്താൻ കഴിയട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.